ഭൂട്ടാനിൽ നിന്നും വാഹനങ്ങൾ കടത്തിയതിൽ സംസ്ഥാനത്ത് കസ്റ്റംസിന്റെ റെയ്ഡ് തുടരുന്നു. നടൻ ദുൽഖർ സൽമാന്റെ 2 കാറുകൾ പിടിച്ചെടുത്തു. ദുൽഖറിന് കസ്റ്റംസ് സമൻസും നൽകി. ഓപ്പറേഷൻ നുംഖൂറിന്റെ ഭാഗമായി എറണാകുളത്തെ മമ്മൂട്ടിയുടെ ഗ്യാരേജിലും പൃഥ്വിരാജിന്റെ വീട്ടിലടക്കം 30 സ്ഥലങ്ങളിലാണ് റെയ്ഡ് നടന്നത്. നടൻ അമിത് ചക്കാലക്കലിന്റെ വീട്ടിൽ നിന്നും 2 വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കാറിന്റെ രേഖകൾ മുഴുവൻ പരിശോധിച്ച് ബോധ്യപ്പെട്ടാൽ വാഹനം തിരികെ നൽകുമെന്ന് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലെ ആഡംബര കാർ ഷോറൂമുകളിൽ നിന്ന് 11 വാഹനങ്ങളാണ് പിടിച്ചെടുത്തത്. ഇതിൽ ഒരു ആഡംബര കാർ കരിപ്പൂരിലെത്തിച്ചു. തൃശൂരിലും കസ്റ്റംസ് പരിശോധന നടന്നു. കഴിഞ്ഞ കുറെ നാളായിട്ട് ഭൂട്ടാനിൽ നിന്നും പല സ്ഥലങ്ങളിലായിട്ടും കുറെ ആൾക്കാർ സ്മഗിൾ ചെയ്ത് വണ്ടികൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അതിൽ പെടുന്ന വണ്ടികളാണോ എന്റെ കയ്യിൽ ഇപ്പൊ ഉള്ളതെന്ന് അറിയാനാണ് ഇന്ന് രാവിലെ മുതൽ അവർ റെയ്ഡ് ചെയ്തത്. അപ്പോൾ വണ്ടി വന്നു. വണ്ടിയുടെ ഇപ്പൊ എന്റെ വണ്ടി എന്റെ അവകാശം, അതായത് എന്റെ ഓണർഷിപ്പിൽ തന്നെ ഇരുന്നിട്ട് ഇപ്പൊ 5 വർഷത്തിന് മുകളിലായി. അപ്പോൾ അതിന്റെ 1999 ആ വണ്ടി രജിസ്റ്റർ ചെയ്തത്. പക്ഷെ അവർക്ക് ആ ഡോക്യുമെന്റ്സ് എല്ലാം ഇപ്പൊ ഓൺലൈനിൽ MVD വന്ന് ഇവിടെ അതിന്റെ ഷാസി നമ്പറും എഞ്ചിൻ നമ്പറൊക്കെ എന്തെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്താണോ അല്ലെങ്കിൽ അത് ജെനുവിൻ ആണോ എന്ന് രജിസ്റ്റർ ചെയ്തെല്ലാം ചെക്ക് ചെയ്തിട്ട് അവർ പോയി. ഇനിയിപ്പോ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഒറിജിനൽ ഡോക്യുമെന്റ്സ്, അതായത് 99 ഇത് രജിസ്റ്റർ ചെയ്ത സമയത്ത് കൊടുത്ത ഡോക്യുമെന്റ്സിന്റെ ഒക്കെ എന്തെങ്കിലും പ്രൂഫായിട്ട് അവർക്ക് ഒറിജിനൽസ് ഞാൻ എത്തിച്ചു കൊടുക്കണം. അത് നമ്മളുടെ ഡ്യൂട്ടിയാണ്. ഇത് ഈ പറഞ്ഞ സ്മഗിൾഡ് ആയിട്ടുള്ള വണ്ടി അല്ല എന്നുള്ളത് പ്രൂവ് ചെയ്യാനായിട്ട്. പക്ഷെ അവർ ചെയ്തത് അവർക്ക് ഈ വണ്ടികളെല്ലാം ചെക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഓർഡർ ഉണ്ടായിരുന്നു മോളിൽ നിന്ന്. അപ്പൊ അത് ചെക്ക് ചെയ്യാൻ വേണ്ടി എന്റെ അടുത്ത് വന്നു. സ്റ്റേറ്റ്മെന്റ്സും അതിന്റെ പ്രൊസീജിയർ ഇത്രയും നേരം നടന്നതല്ല. അപ്പൊ ഇതെല്ലാം ഇപ്പൊ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ നോക്കിയാൽ ഒരു 6-8 വർഷമായിട്ട് ഉള്ളതാണ്. കൊച്ചിയിൽ നിന്ന് നിധിൻ സേവ്യർ, ഒപ്പം കരിപ്പൂരിൽ നിന്ന് ഷബീർ ഉമർ എന്നിവർ ചേരുകയാണ്. നിധിനിലേക്ക്, ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന കാറാണ് ഇപ്പോൾ ദുൽഖറിന്റെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിധിൻ സേവ്യർ കൂടുതൽ വിവരങ്ങൾ നൽകും. നിധിൻ, അമിത് ചക്കാലക്കലിന്റെ വീട്ടിൽ നിന്നും അതുപോലെ തന്നെ ദുൽഖറിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയ്ക്ക് ശേഷമാണ് ഇപ്പോൾ വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. ഇവയെല്ലാം നിയമം ലംഘിച്ച് കടത്തിയതാണ് എന്നാണോ കസ്റ്റംസിന്റെ കണ്ടെത്തൽ? ഒപ്പം പരിശോധന ഇപ്പോൾ എവിടേക്കാണ് പുരോഗമിച്ചു വരുന്നത്? ദിവ്യ, രാവിലെ 9 മണി മുതലാണ് കൊച്ചിയിലെ വിവിധ സ്ഥലങ്ങളിൽ കസ്റ്റംസ് പരിശോധന തുടങ്ങിയത്. സംസ്ഥാനത്തൊട്ടാകെ തന്നെ 30-ലധികം സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ വിവിധ ജില്ലകളിൽ കസ്റ്റംസ് പരിശോധന നടത്തുന്നുണ്ടായിരുന്നു. അതിൽ പ്രധാനമായും ഈ ഭൂട്ടാനിൽ നിന്നും ഭൂട്ടാൻ പട്ടാളം ഉപേക്ഷിച്ചതോ ലേലം ചെയ്തതുമായ വാഹനങ്ങൾ ഇറക്കുമതി തിരിവ വെട്ടിച്ച് ഹിമാചൽ പ്രദേശിലെ ഷിംല അടക്കമുള്ളവയെ എത്തിച്ച് അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ എത്തിച്ച് രജിസ്ട്രേഷൻ നടത്തിയ ശേഷം അത് പിന്നീട് ഇടനിലക്കാർ മറിച്ചു വിൽക്കുകയായിരുന്നു എന്നാണ് കണ്ടെത്തൽ. വലിയൊരു റാക്കറ്റ്, വലിയൊരു മാഫിയ ഇതിന് പുറകിലുണ്ട് എന്നാണ് കസ്റ്റംസ് കരുതുന്നത്. വലിയ വിലയ്ക്ക്, അതായത് 10 ലക്ഷം രൂപയ്ക്ക് ഭൂട്ടാനിൽ നിന്നും വാഹനം വാങ്ങിച്ച ശേഷം ഇവിടെ 45-50 ലക്ഷം രൂപയ്ക്ക് വരെയാണ് ഇത്തരത്തിൽ വാഹനം വിറ്റുകൊണ്ടിരുന്നത്. പ്രധാനമായും ഈ വിന്റേജ് മോഡൽ വാഹനങ്ങൾ അല്ലെങ്കിൽ ആഡംബര വാഹനങ്ങളാണ് ഇത്തരത്തിൽ മറിച്ചു വിറ്റുകൊണ്ടിരുന്നത്. ഇതിലാണ് ഇത്തരത്തിൽ എറണാകുളത്തടക്കം പല പ്രമുഖരും ഇത്തരത്തിൽ വാഹനം വാങ്ങിയിട്ടുള്ളത് കണ്ടെത്തിയത്. തുടർന്നായിരുന്നു ദുൽഖർ സൽമാന്റെ, പൃഥ്വിരാജിന്റെയും അമിത് ചക്കാലക്കലിന്റെയും വീട്ടിലടക്കം പരിശോധന നടത്തിയത്. പൃഥ്വിരാജിന്റെ വീട്ടിൽ തേവരയിലെ ഫ്ളാറ്റിലാണ് കസ്റ്റംസ് പരിശോധന നടത്തിയത്. പക്ഷേ ഈ സമയം പൃഥ്വിരാജ് ഇവിടെ ഉണ്ടായിരുന്നില്ല. ഈ വാങ്ങി എന്ന് പറയപ്പെടുന്ന വാഹനവും കസ്റ്റംസിന് കണ്ടെത്താനായില്ല. തുടർന്ന് അവർ അവിടെ നിന്നും മടങ്ങുകയായിരുന്നു. മറ്റൊന്ന്, ഈ ദുൽഖർ സൽമാന്റെ വീട്ടിലും മമ്മൂട്ടിയുടെ പനമ്പള്ളി നഗറിലെ ഗാരേജിലുമാണ് കസ്റ്റംസ് പരിശോധന നടത്തിയത്. അതിൽ ദുൽഖറിന്റെ വീട്ടിൽ നിന്നുമാണ് ഈ തമിഴ്നാട് രജിസ്ട്രേഷനുള്ള വിന്റേജ് മോഡൽ ലാൻഡ് റോവർ കാർ പിടികൂടുന്നത്. ഒപ്പം തന്നെ അമിത് ചക്കാലക്കലിന്റെ വീട്ടിൽ നിന്നും 4 വാഹനങ്ങളിൽ പരിശോധന നടത്തി. അതിൽ 2 വാഹനങ്ങൾ, ഒരു പഴയ 99 മോഡൽ ലാൻഡ് റോവറും ഒപ്പം തന്നെ താരങ്ങളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയ്ക്ക് ശേഷമാണ് വാഹനങ്ങൾ ഇപ്പോൾ കസ്റ്റംസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്.